പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം കൂടി കർത്താവ് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മന്നിൽ, സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മന്നിൽ, ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതിയെന്നീ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വലിയ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദൈവപ്രവൃത്തിയുടെ ഒരു പ്രഭാതമാക്കി ദൈവം തീർക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരാമല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. യേശു അവനോട്, സ്തോത്രം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ നിൽക്കുന്നത് ഒരു മനുഷ്യനല്ല, മനുഷ്യൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഒരു സാത്താനെ കുറിച്ചാണ്, സാത്താനോടാണ്, പിശാചിനോടാണ് യേശു സംസാരിക്കുന്നത്. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ആമേൻ ക്ഷണത്തിൽ അവനെ കാണിച്ചു. കണ്ടോ, പിശാചിൻ്റെ ഭയങ്കര തന്ത്രമാണ്. ഈ ദിവസങ്ങളിൽ ഇതെപ്പോൾ സംഭവിക്കണമെന്ന് അറിയാമോ? ആമേൻ, യേശു യോർദാനിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. എന്നാൽ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ആമേൻ. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ന് പകലിൽ സ്നാനപ്പെട്ടവരോട് മാത്രം പറയുന്നൊരു ദൂത കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ദൈവത്തെ ആമേൻ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തെ രാവും പകലും പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ അവകാശം പറയുന്ന ആമേൻ വ്യക്തികളോടാണ് ഇന്ന് പകൽ ദൈവാത്മാവ് സംസാരിക്കുന്നത്. സ്തോത്രം. ഈ ചൊവ്വാഴ്ചയുടെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെടുന്നു. സ്നാനപ്പെട്ടവരെ തെറ്റിക്കാൻ, അവരെ ഈ ലോകത്തിലുള്ള സകലത്തെയും ക്ഷണത്തിൽ കാണിച്ചു കൊടുക്കുന്ന ആമേൻ ഒരു വലിയ അന്ധകാര ശക്തി ഈ ലോകത്തിൽ കടന്നിരിക്കുന്നു. നമുക്കത് ഈ പുസ്തകത്തിൽ കൂടെ കാണാൻ കഴിയുന്നു. യേശുവിൻ്റെ പരീക്ഷയും ആമേൻ ആമേൻ ജയവും എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. 1-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യേശുവിൻ്റെ പരീക്ഷയും ജയവുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓയ്ക്ക് ഒരു വലിയ പരീക്ഷാഘട്ടത്തിലേക്ക് സ്നാനമേറ്റ യേശുവിനെ ആമേൻ പിശാച്
40 ദിവസം പരീക്ഷിച്ചു. ഈ 40 ദിവസവും യേശു ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലായിരുന്നു, ഉപവാസത്തിലായിരുന്നു. സ്തോത്രം. ഉപവസിക്കുമ്പോൾ പല രീതിയിൽ ശത്രു തകർക്കാൻ നോക്കും. പലപ്പോഴും ഞാൻ മീറ്റിങ്ങിൽ പറയുന്ന ഒരു വാചകം ഇതാണ്: ഉപവസിക്കും മുമ്പേ ഏതെങ്കിലും ആഹാരം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് ആഹാരം കിട്ടാതിരിക്കുമ്പോൾ, അത് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഉണ്ടായി കഴിക്കാനോ വാങ്ങാനോ സാധിച്ചില്ല, അതെല്ലാം കൊണ്ടുവരുന്നത് എപ്പോഴെന്നറിയാമോ? ആമേൻ, സ്നാനപ്പെട്ട ദൈവ പൈതൽ ഉപവസിക്കുമ്പോഴാണ് എല്ലാം കൊണ്ടുവരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് ആമേൻ പിശാച് കൂടെയുണ്ട്. ആമേൻ, അത് ഈ പുസ്തകം തെളിയിക്കുകയാണ്. സ്നാനമേറ്റ ഉടനെ സ്നാനമേറ്റ ഉടനെ പ്രൈസ് ദി ലോർഡ്, പിശാച് ആമേൻ യേശുവിനെ പരീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, ഈ 4-ാമത്തെ അധ്യായം നമ്മൾ ശരിക്ക് പഠിക്കുമ്പോൾ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യം, ആമേൻ, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ പുസ്തകത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ദൈവം, പിതാവായ ദൈവം പുത്രനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. കണ്ടോ, പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ പുത്രനായ ക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി. ഇന്ന് പകലിൽ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കും, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പലരും പറയുന്നത് അങ്ങനെയാ, പരിശുദ്ധാത്മാവ് പ്രാപിച്ച സാത്താൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എടോ, പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തിയെയാണ് സാത്താൻ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വേദപുസ്തകം പഴയ നിയമം നിങ്ങൾ പഠിച്ചു നോക്കൂ, പുതിയ നിയമത്തിനകത്ത് നിങ്ങൾ നോക്കൂ, പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ആരെയും പിശാചിന് വേണ്ട. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനെ എങ്ങനെ വീഴ്ത്തിക്കളയാം? നമുക്കറിയാം, യോഹന്നാൻ, യേശുവിനെ സ്നാനപ്പെടുത്തുന്ന സ്നാപക യോഹന്നാൻ. സ്തോത്രം. എങ്ങനെ സ്നാപക യോഹന്നാൻ്റെ കഴുത്തിന് മുകളിലിരിക്കുന്ന തല പോയെന്നറിയാമോ? ആമേൻ. എങ്ങനെ എന്നറിയാമോ? ഹേരോദാവിൻ്റെ മകൾ പല പ്രാവശ്യം യവനെ വട്ടം പിടിച്ചു. ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം. ഈ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദൂത് കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ദൈവദാസനെ, ദൈവദാസിയെ, ഇന്ന് പകൽ നിങ്ങളുടെ ചാറ്റിങ്ങും ചീറ്റിങ്ങും എല്ലാം വളരെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരോടൊക്കെയോ ദൈവാത്മാവിന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പറയുന്നു. സ്തോത്രം. നിങ്ങൾ ദൈവവചനത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന പല ആപ്പുകളും നിങ്ങൾക്കത് ഒരിക്കലും ഊരാൻ കഴിയാത്ത വലിയൊരു ആപ്പായി മാറാൻ പോകുകയാ. ഷുഡമനരഗതന വൈഡകരാജകൽക്കനാദി. ആരോടൊക്കെയോ ദൈവാത്മാവിന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോടിന്ന് പകൽക്കാലം ചില ദൂതുകളിലേക്കാ ദൈവം എന്നെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ പ്രാർത്ഥനാ വലയത്തിനകത്തുനിന്ന് പൊളിച്ച് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാതെ, ഉപവസിക്കാൻ സമയമില്ലാതെ, ദൈവത്തിൻ്റെ നാമത്തിൽ മുഴങ്കാൽ മടക്കാൻ സമയമില്ലാതെ ശത്രു പല ഗ്രൂപ്പുകളും അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഹല്ലേലൂയ, ആമേൻ. ഹാലിൽ 1-ാമത്തെ ഗ്രൂപ്പ് കുടുംബശ്രീ, 2-ാമത്തെ ഗ്രൂപ്പ് അയൽക്കൂട്ടം, 3-ാമത്തെ ഗ്രൂപ്പുകൾ സംഘങ്ങൾ കൂടി അനേക സംഘങ്ങൾ അവരെ ആമേൻ സ്തോത്രം 1, 2, 3, 4, 5 എന്ന് തുടങ്ങി അനേക സംഘങ്ങൾ അവർക്ക് വേണ്ടി അതിനകത്ത് സെക്രട്ടറിമാരാക്കി വെച്ചു, അതിനകത്ത് പ്രസിഡന്റുമാരാക്കി വെച്ചു. ആമേൻ സ്ഥാനമോഹികളെ പിശാച് ആ തലത്തിൽ കൊണ്ടുപോയി നിർത്തി. ആമേൻ. പൗലൂസ് സഭയ്ക്കകത്ത് പലതും മിണ്ടാതിരിക്കാൻ പറഞ്ഞതെല്ലാം ഇന്ന് എന്തുകൊണ്ടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ആമേൻ. പലതും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ സ്ഥാനമോഹങ്ങളോടുകൂടി ആലയത്തിൽ എഴുന്നേൽക്കരുത് എന്ന ചിന്തയിലാണ് പൗലൂസ് ലീഗ അന്ന് പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. സ്തോത്രം.
ഇന്ന് സഭയ്ക്കകത്ത് സ്ഥാനമോഹങ്ങളെ ആഗ്രഹിക്കുന്നവർ പല സംഘങ്ങളിലും സ്ഥാനങ്ങളെ ഏറ്റ് പിശാച് അതിൽ കൂടെ അവരെ പ്രാർത്ഥനാ ജീവിതങ്ങളെ തകർത്തു. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തത്വങ്ങളെ ഉടച്ചു കളഞ്ഞു. ഷുഡമന റിഖമന വൈഡമന രകൽക്കനാദി. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ തകർത്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. മുഴുവൻ സമയവും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അനേക ഗ്രൂപ്പുകളിലും ഇന്ന് അവർ ആമേൻ വളരെ ആക്റ്റീവാണ്. പക്ഷേ ദൈവവചനം ചോദിച്ചു നോക്കിയേ. ആമേൻ. 5-10 മിനിറ്റ് ആലയത്തിൽ സാക്ഷ്യം പറയാൻ കൊടുത്തു നോക്കിയേ. ആലയത്തിനകത്തൊരു മെസ്സേജിന് സമയം കൊടുത്തു നോക്കിയേ. അവർ അതിനെ തട്ടിക്കളയും. കാരണം അവർ അതിനകത്തല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ യേശു നോക്കിയേ. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഇന്ന് പകലിൽ ചിലതിനെ ബ്രേക്ക് ചെയ്യുവാൻ ഷൂഡമന റിഗമന അധുരകരകധുനി ഹല്ലേലൂയ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൊണ്ടുപോയി. കണ്ടോ? ഏറ്റവും ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ കൊണ്ടു നിർത്തിയിട്ട് കാണിച്ചു കൊടുടാ, ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതിയവൻ, ആ മണ്ണ് ജീവനുള്ള ദേഹിയായി തീർന്നു, അത്ഭുതങ്ങളെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക അത്ഭുതങ്ങളെ ചെയ്ത പ്രപഞ്ചത്തെ ആമേൻ നിർമ്മിച്ച ദൈവത്തെ പരീക്ഷിക്കുന്ന സാത്താൻ ഇന്ന് അങ്ങനെയല്ലേ? പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാൻ കല്ലറ കാണാൻ ഇനി യെരുശലേമിൽ പോണ്ട. യെരുശലേമിൽ പോയി വിശ്വസിക്കണ്ട. ബൈബിൾ എന്ത് പറയുന്നു? യേശു സ്നാനപ്പെട്ടോ എന്നറിയാൻ യോർദാനിൽ ഉണ്ടോ എന്നറിയാൻ യോർദാൻ നദിക്കകത്ത് പോണ്ട. അന്ന് യേശു സ്നാനം കഴിഞ്ഞ വെള്ളം അവിടെ ഇല്ല. ഹല്ലേലൂയ. അത് ഒഴുകിപ്പോയി. ഇന്ന് മൂഢനായ മണ്ടനായ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുക. ആമേൻ. യേശു മരിച്ചു എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കല്ലറ കാണാൻ അവിടെ ചെന്നിട്ട് നോക്കുക, അവനിവിടെ ഇല്ല. അത് കണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ആൾക്കാർക്ക് ആമേൻ വിശ്വസിക്കാൻ കഴിയൂ. അതാണ് സങ്കീർത്തനം എഴുതി വെച്ചപ്പോൾ ദാവീദ് പറഞ്ഞത്, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ സാത്താനോട് എതിർത്ത് നിൽക്കാൻ, അധികാരം പ്രാപിച്ച് മുൻപിലോട്ട് വരാൻ ദൈവാത്മാവിന്ന് പകൽക്കാലം ചിലരെ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. ആമേൻ. 8-ാം വാക്യം പറഞ്ഞു, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിശാച് പോയില്ല. പിശാച് ആരാധനയെ കയറി പിടിച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ ആരാധന നഷ്ടപ്പെട്ട്, നീ പ്രാപിച്ച അഭിഷേകങ്ങൾ നഷ്ടപ്പെട്ട്, അന്യഭാഷകൾ നഷ്ടപ്പെട്ട്, ആമേൻ, പ്രവചനങ്ങൾ വരെ നഷ്ടപ്പെട്ട്, ആമേൻ, ഇന്ന് ഒരു നോക്കൂത്തി പോലെ ഇരിക്കുന്ന പലരെയും ദൈവാത്മാവ് കാണിക്കുന്നു. പിന്നെ എന്തൊക്കെയോ കലിവില് പറയുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം. എല്ലാം ആപ്പിനകത്തായിപ്പോയി, എല്ലാം വാട്സാപ്പിനകത്തായിപ്പോയി. ഇന്ന് പകൽക്കാലം ശത്രുവിൻ്റെ പദ്ധതിയെ പൊളിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവാത്മാവ് ആലോചന പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 8:3, ആമേൻ. യോഹന്നാൻ സുവിശേഷം 4:34, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും, ആമേൻ. എഫേസ്യ ലേഖനം 6:17, മത്തായി 4:8, വെളിപ്പാട് പുസ്തകം 13:2, ലൂക്കായുടെ സുവിശേഷം 22:53, യോഹന്നാൻ സുവിശേഷം 12:31, ആമേൻ. 1 യോഹന്നാൻ 5:19, ആമേൻ. ആവർത്തന പുസ്തകം 6:13, 1 ശമൂവേലിന്റെ പുസ്തകം 7:3, ലൂക്ക 4:4, ആമേൻ. ലൂക്ക 4:12 ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെടുന്നു. പ്രഭാതത്തിൽ കണ്ണുകളടയ്ക്കാം, സാത്താന്റെ ശക്തികളെ തകർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവമേ, പല കുടുക്കുകളും ശത്രു ഒരുക്കുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരപ്പെടുവാൻ അഭിഷേകം പ്രാപിച്ചവർ, ആത്മാവ് പ്രാപിച്ചവർ, സ്നാനപ്പെട്ടവരെ കുരുക്കി നിൽക്കുന്ന സകല കുരുക്കിൽ നിന്ന് പുറത്തെടുക്കണം.
അത്ഭുതം ചെയ്യണം. ആരാധന വെളിപ്പെടട്ടെ, ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.